നമ്മളെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 10-ാമത്തെ അധ്യായം, അതിൻ്റെ ഏതാനും ചില വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ആദ്യം വായിക്കാം. കൈസരിയയിൽ ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ളൊരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. പിറ്റേന്നാൾ കൈസരിയയിലെത്തി അവിടെ കൊർന്നല്യോസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതരെയും കൂട്ടിവരുത്തി അവർക്കായി കാത്തിരുന്നു. പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റ് അവൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പത്രോസോ, എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു. 28-ാമത്തെ വാക്യം. അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഒരു വാക്യം കൂടെ വായിക്കാം, 34 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ലെന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ധ്യാസമയം നിന്റെ കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങൾ പാട്ടുകളിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവവചനത്തിൻ്റെ പഠനത്തിലൂടെയും തിരുസാന്നിധ്യം അനുഭവിപ്പാനും ഞങ്ങളെക്കുറിച്ചുള്ള നിന്റെ ഇഷ്ടം തിരിച്ചറിയുവാനും ഞങ്ങൾക്ക് നൽകിയ അവസരത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പല ദേശങ്ങളിൽ ജീവിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാകുന്നു എങ്കിലും നിന്റെ സ്നേഹം ഞങ്ങളെ ഒരുമിപ്പിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്നത്തെ വചനധ്യാനം ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ആമേൻ. കുറച്ച് നാൾ മുമ്പ് എനിക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് കിട്ടി. 3 വാചകങ്ങൾ മാത്രമേ ഉള്ളൂ ആ വാട്സാപ്പിൽ. അതിങ്ങനെയാണ്: ആനയ്ക്ക് മദമിളകുന്നതും പട്ടിക്ക് പേ പിടിക്കുന്നതും മനുഷ്യന് മദം തലയ്ക്ക് പിടിക്കുന്നതും ഒരുപോലെയാണ്. പുരിഞ്ഞതാ? ആനയ്ക്ക് മദമിളകുന്നതും പട്ടിക്ക് പേ പിടിക്കുന്നതും മനുഷ്യന് മദം തലയ്ക്ക് പിടിക്കുന്നതും ഒരുപോലെയാണ്. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം?
ആനയ്ക്ക് മതമിളകിയാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. പാപ്പാനെ അല്ല, സ്വന്തം അപ്പനെ ആണെങ്കിലും കുത്തിക്കൊല്ലും. കാരണം മതമിളകിയാൽ പിന്നെ മുന്നിൽ വരുന്നവരാരാന്നൊന്നും അറിയൂല. നായയ്ക്ക് പേ പിടിച്ചാലോ കാണുന്നവരെ മുഴുവൻ കടിക്കും. അത്രയും നാളും ചോറ് കൊടുത്തവരെ വരെ കടിക്കും. കാരണം പേ പിടിച്ചാൽ പിന്നെ കണ്ണ് കാണില്ല. അപ്പോൾ മതമിളകിയ ആനയും പേ പിടിച്ച നായും മതം തലയ്ക്ക് പിടിച്ച മനുഷ്യനും ഒരുപോലെ അപകടകാരിയാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യ ന്യൂസിലാൻഡ് സെമി ഫൈനൽ നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ച് പേരെങ്കിലും ഒക്കെ കണ്ടു കാണും. അവിടെ ഒരു കളിക്കാരനുണ്ടായിരുന്നു. ഈ കളിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് ഒരു ക്യാച്ച് കിട്ടി. അത് അദ്ദേഹം കളഞ്ഞു. മുഹമ്മദ് ഷാമി. വേദോത്സവത്തിലെ ചോദിക്കുമ്പോഴും ഇതുപോലെ പറയണം കേട്ടോ. മുഹമ്മദ് ഷാമി. അദ്ദേഹം ഒരു മുസൽമാനാണ്. അദ്ദേഹം ഈ ക്യാച്ച് കളഞ്ഞപ്പോഴത്തേക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ മുഴുവൻ അദ്ദേഹത്തെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും ചീത്ത വിളിക്കാനും തുടങ്ങി. ക്യാച്ച് കളഞ്ഞതല്ല പ്രശ്നം, അയാളുടെ പേരാണ് പ്രശ്നം. കളമശ്ശേരിയിൽ എറണാകുളത്തിനടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയുടെ ഒരു ബോംബ് പൊട്ടിച്ചായിരുന്നു. നിങ്ങൾ അറിഞ്ഞോ എന്നറിയില്ല. എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കണമല്ലോ, ദീപാവലിയല്ലേ. അങ്ങനെ ഞങ്ങളൊരു ബോംബ് പൊട്ടിച്ചു. യഹോവ സാക്ഷികൾ എല്ലാവരും കൂടെ കൂടിയിരുന്ന് ആരാധിച്ച സ്ഥലത്ത് ഒരാൾ ബോംബ് പൊട്ടിച്ചു. അപ്പൊ പൊട്ടിച്ചപ്പം പൊട്ടിയെന്ന വാർത്ത അതും യഹോവ സാക്ഷികൾ ആരാധിക്കുന്ന സ്ഥലത്തായപ്പോഴത്തേക്കും കേരളത്തിലെ ആളുകളുടെ ഇടയിൽ വലിയ ഭയമായി. ഏതെങ്കിലും കാരണവശാൽ ഈ ബോംബ് പൊട്ടിച്ച ആൾ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടതാണെങ്കിൽ കേരളത്തിൽ എന്തൊക്കെ സംഭവിച്ചേനെ. എന്തായാലും നമുക്ക് നന്ദി പറയാം, അതൊരു ക്രിസ്ത്യാനിയാണ് പൊട്ടിച്ചത്. വാസ്തവത്തിൽ അയാളെ വിളിച്ച് നമ്മൾ ആദരിക്കണം. കാരണം ഈ പേരെങ്ങാനും മാറി മാർട്ടിൻ എന്ന് പറയുന്നതിന് പകരം അത് മുഹമ്മദ് എന്ന് വല്ലതും ആയിരുന്നെങ്കിൽ എന്തെല്ലാം കലാപം ഈ നാട്ടിലുണ്ടായേനെ. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന കാലത്ത് മനുഷ്യൻ തിന്നുന്നത് മതമാണ്, മനുഷ്യൻ ശ്വസിക്കുന്നത് മതമാണ്. മതം തിന്നും മതം ശ്വസിച്ചും മനുഷ്യൻ ജീവിക്കുകയാണ്. ഇവിടെ മതം മാത്രമാണ് പ്രശ്നം, മറ്റൊന്നും പ്രശ്നമല്ല. തമിഴ്നാട്ടിൽ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് അങ്ങനെയുള്ള ചില പ്രവണതകൾ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇത് രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല, കാരണം ഈ ഷേപ്പിൽ തിരിച്ച് കോട്ടയത്ത് പോകേണ്ടതുകൊണ്ടാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു യൂണിവേഴ്സിറ്റിയുടെ പേരുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ നമ്മുടെ ചുറ്റിലും നമ്മൾ കണ്ടുവരുന്നത് മതമാണ് മനുഷ്യന്റെ പ്രധാന പ്രശ്നം. ജോലിയുണ്ടോ എന്നുള്ളത് പ്രശ്നമല്ല, കല്യാണം കഴിക്കാൻ കാശുണ്ടോ എന്നുള്ളത് പ്രശ്നമല്ല, ഉടുക്കാൻ വസ്ത്രമുണ്ടോ എന്നത് പ്രശ്നമല്ല, ചികിത്സിക്കാൻ പണമുണ്ടോ എന്നത് പ്രശ്നമല്ല, കയറിക്കിടക്കാൻ വീടുണ്ടോ എന്നത് പ്രശ്നമല്ല, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കാശുണ്ടോ എന്ന് ഇതൊന്നും പ്രശ്നമല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഏക പ്രശ്നം മതമാണ്. അത് മാത്രമാണ് പ്രശ്നം. പട്ടിണി കിടക്കുന്നവനും തൊഴിലില്ലാത്തവനും ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ: ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഉണ്ണുമ്പോഴും മതം മതം മതം. ഇങ്ങനെ മതം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഒരു കാലത്ത് വേദപുസ്തകം എന്താണ് നമ്മളോട് പറയുന്നത്? എങ്ങനെ ജീവിക്കണമെന്നും നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരെ എങ്ങനെയാണ് കാണേണ്ടതെന്നും വേദപുസ്തകം നമ്മളോട് പറയുന്നുണ്ടോ? ഇന്ന് രാത്രി അത് പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മതം തലയ്ക്ക് പിടിച്ച മനുഷ്യരുടെ നാട്ടിൽ
വെളിപ്പാട് ലഭിച്ച പത്രോസ്, ഈ പത്രോസിൻ്റെ ചിന്താഗതിയിൽ, പത്രോസിൻ്റെ കാഴ്ചപ്പാടിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? ഈ മാറ്റം തന്നെയാണ് ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിലും സംഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കിതിൻ്റെ ഈ 10-ാം അധ്യായത്തിൻ്റെ ഒരു പശ്ചാത്തലം ചുരുക്കമായി ഞാനൊന്ന് പറഞ്ഞ് നമ്മുടെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കും. ഈ വേദഭാഗത്ത് ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. അയാൾ ഒരു പട്ടാളക്കാരനാണ്. അയാളൊരു വെറും പട്ടാളക്കാരനല്ല, അയാൾ ഒരു ശതാധിപനാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 100 പട്ടാളക്കാരുടെ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു ഓഫീസർ റാങ്കിലുള്ള ഒരു പട്ടാളക്കാരൻ. ഈ മനുഷ്യൻ വിജാതീയനാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്ത്യാനി അല്ല, യഹൂദന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ യഹൂദനുമല്ല. അപ്പോൾ ഒരു അന്യമതസ്ഥൻ, ഒരു പുറജാതിക്കാരൻ, ഒരു വിജാതീയൻ, അങ്ങനെ സമൂഹം വിളിക്കുന്ന ഒരു മനുഷ്യന്റെ പേരാണ് കൊർന്നല്യോസ്. ഈ കൊർന്നല്യോസിനെ കുറിച്ച്, അതായത് ക്രിസ്ത്യാനി അല്ലാത്ത, മാമോദീസ വെള്ളം വീഴാത്ത, സ്നാനപ്പെടാത്ത ഒരു അന്യമതസ്ഥനെ കുറിച്ച് വേദപുസ്തകം നൽകുന്ന വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ആദ്യമായി ഈ പുറജാതിക്കാരനെ, ഈ അന്യമതസ്ഥനെ, സ്നാനപ്പെടാത്ത, മാമോദീസ വെള്ളം വീഴാത്ത, ക്രിസ്ത്യാനി അല്ലാത്ത ഒരു മനുഷ്യനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് അയാൾ ഭക്തനാണ്. അവിടെ 2-ാം വാക്യത്തിൽ കൊർന്നല്യോസിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അവൻ ഭക്തനാണ്. അപ്പോൾ ക്രിസ്ത്യാനി അല്ലാത്ത ഒരാളെ ഭക്തനെന്ന് വിളിക്കാമോ? ഇപ്പം ഞാൻ ഈ പള്ളിയിൽ, തൈത്തോട്ടം പള്ളിയിൽ, ഭക്തന്മാരുടെ പേര് പറയാൻ പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലോട്ട് 2-3 പേരുടെ പേരെങ്കിലും വരും, അല്ലേ? അവരാരാണ് ഭക്തൻ? പള്ളിയിലോട്ടൊക്കെ കയറി വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന, അവർ പള്ളിയിലോട്ട് കയറുമ്പോൾ ദൈവം പോലും കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മുണ്ടഴിച്ചിടുന്ന, അങ്ങനെയുള്ള ചില പ്രത്യേക ജനുസിൽപ്പെട്ടവരെയാണ്. മീശയില്ലാത്ത, മീശയൊക്കെ പാപമാണ്, ഇവരെല്ലാം പാപികളാണ്, മീശയൊക്കെ വെച്ചോണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഒരു ക്രിസ്ത്യാനി അല്ലാത്ത ഒരാളെ നമുക്ക് ഭക്തൻ എന്ന് വിളിക്കാമോ? നമ്മൾ വിളിക്കുമോ അങ്ങനെ ഒരാളെ? നിങ്ങളുടെ അയൽപക്കത്ത് താമസിക്കുന്ന, നിങ്ങളുടെ സഭയിലോ മതത്തിലോ പെടാത്ത ഒരു മനുഷ്യനെ നിങ്ങൾ ഭക്തൻ എന്ന് വിളിക്കുമോ? സാധ്യത കുറവാണ്. നമ്മൾ ആരെയെങ്കിലും ഭക്ത എന്ന് വിളിച്ചാൽ നമ്മളെ വിളിക്കുന്ന പേരാണ് ഭക്തൻ. ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ, ആരാടാ നിനക്ക് സുന്ദര എന്ന് പേരിട്ടെ, ഞാൻ എന്നെ വിളിക്കുന്ന പേരാണ് സുന്ദര എന്ന് പറഞ്ഞ പോലെ ഭക്തൻ. എന്നാൽ ഇവിടെ ഒരു അന്യമതസ്ഥനെ വേദപുസ്തകം വിശേഷിപ്പിക്കുന്നത് ഭക്തനെന്നാണ്. നിങ്ങൾ അടുത്ത് വീട്ടിൽ ചെന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്ത് താമസിക്കുന്ന ഒരു മുഹമ്മദിനെയോ, ഒരു ശിവനെയോ, ഒരു സുകുമാരനെയോ നിങ്ങൾ ഭക്തനെന്ന് വിളിക്കുമോ? അയ്യോ, അതെങ്ങനെ പറ്റുന്നേ? മാപ്പിളമാര് മാത്രമേ ഉള്ളൂ? ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ ഭക്തരെങ്കിൽ എന്തുകൊണ്ടാണ് ഈ അന്യമതസ്ഥനെ വേദപുസ്തകം ഭക്തനെന്ന് വിളിക്കുന്നത്? 2-ാമത് അയാൾക്ക് നൽകുന്ന വിശേഷണം തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവൻ. അപ്പോൾ ആരാണ് ഈ അന്യമതസ്ഥൻ? ഭക്തനാണ്. 2, ദൈവത്തെ ഭയമുള്ളയാളാണ്. ഏത് ദൈവത്തെയാണെന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല, ദൈവത്തെ ഭയമുള്ളയാൾ. 3-ാമത് അവിടെ നൽകിയിരിക്കുന്നത് വിശേഷണം വളരെ ധർമ്മം കൊടുത്തും.
എന്ന് പറഞ്ഞാൽ മനുഷ്യന് പ്രയോജനമുള്ളവൻ. നമ്മളിൽ പലരും ഭക്തന്മാരാണ്, പക്ഷെ ഒരു മനുഷ്യൻ ഒരു യൂസ്ലെസ് ഭക്തന്മാരെന്നാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. യാതൊരു പ്രയോജനവും ഇല്ല. ഉണ്ടോ? എന്നാൽ കൊർന്നല്യോസ് അങ്ങനെയല്ല. കൊർന്നല്യോസിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് മനുഷ്യനു പ്രയോജനമുള്ളവനാണ്. നാലാമത് പറഞ്ഞിരിക്കുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുന്നവനാണ്. അപ്പോൾ ഈ കൊർന്നല്യോസിനെ കുറിച്ച് നൽകുന്ന വിവരണങ്ങൾ എന്തൊക്കെയാണ്? ഭക്തനാണ്, ദൈവത്തെ ഭയപ്പെടുന്നവനാണ്, മനുഷ്യനു പ്രയോജനമുള്ളവനാണ്, എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ. നമ്മളാണ് വേദപുസ്തകം എഴുതിയിരുന്നതെങ്കിൽ ഈ 4 എണ്ണത്തിൽ ഏതാദ്യം പറയുമായിരുന്നു? ചുമ്മാ ഒന്ന് ചിന്തിച്ചേ. നമ്മളാണെങ്കിൽ എന്തോ പറയും? മനുഷ്യന് പ്രയോജനമുള്ളവൻ എന്നുള്ളത് ആദ്യം പറയുമോ? എപ്പോഴും പ്രാർത്ഥിക്കുന്നെന്ന് ആദ്യം പറയുമോ? നിങ്ങൾക്ക് എന്നാ തോന്നുന്നു? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? നിങ്ങൾ ചിലരിയ്ക്കുന്നുണ്ട് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ ഇരിക്കുന്ന പോലെയാണ്. ഇങ്ങനെ എന്തോ ഇയാൾ പൊട്ടിക്കുന്നുണ്ട്, ചന്ദ്രയാനൊക്കെ കാണാതിരിക്കുന്ന പോലെ. നമ്മളാണ് വേദപുസ്തകം എഴുതുന്നതെങ്കിൽ എനിക്ക് ഉറപ്പാണ് ആദ്യം എന്തെഴുതും? എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. മനുഷ്യനൊരു പ്രയോജനമില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല, എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുക, സ്തോത്രം ഇങ്ങനെ റോക്കറ്റ് വിടുന്ന പോലെ മുകളിലോട്ട് വിട്ടുകൊണ്ടിരിക്കുക. പക്ഷെ മനുഷ്യനൊരു പ്രയോജനമില്ല, അയൽക്കാരനൊരു പ്രയോജനമില്ല, നാട്ടുകാർക്ക് യാതൊരു പ്രയോജനമില്ല. ഇങ്ങനെ സ്തോത്രം ഇങ്ങനെ റോക്കറ്റ് പോലെ മുകളിലോട്ട് വിടും, ദീപാവലിക്ക് വാണം വിടുന്ന പോലെ. എന്നാൽ വേദപുസ്തകത്തെക്കുറിച്ച് പറയുന്നത് വേദപുസ്തകം ദൈവനിശ്വാസീയമാണ്. അതുകൊണ്ട് ഇത് അബദ്ധത്തിൽ 4ാമത് എഴുതിയതല്ല. വേദപുസ്തകത്തിലെ ഒരു വാക്കും സ്ഥാനം തെറ്റി വന്നതല്ല. അയാൾ ഭക്തനാണ്, ദൈവത്തെ ഭയമുള്ളവനാണ്, മനുഷ്യനു പ്രയോജനമുള്ളവനാണ്. 4ാമതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എപ്പോഴും പ്രാർത്ഥിക്കുന്ന. ഈ കൊർന്നല്യോസിനാണ് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് കൊർന്നല്യോസിനോട് പറയാ, കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥനയും നിന്റെ പ്രവൃത്തിയും ധർമ്മവും എവിടെ എത്തിയിരിക്കുന്നു? ഇതാരാ പറഞ്ഞേ? സീസേ സഭയുടെ മോഡറേറ്ററാണോ പറഞ്ഞേ? ആണോ? പിന്നെ ആരാ പറഞ്ഞേ? ദൈവം അയച്ച ദൂതൻ ക്രിസ്ത്യാനി അല്ലാത്ത ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയും നിന്റെ പ്രവൃത്തിയും എവിടെ എത്തിയിരിക്കുന്നു? അപ്പൊ ക്രിസ്ത്യാനികളല്ലാത്തവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? കേൾക്കുമോ ഇല്ലയോ? ചിന്തിച്ചാൽ മതി. ആവട്ടെ. അപ്പോഴാണ് പത്രോസിന് ഒരു ദർശനം ഉണ്ടാകും. ഇത് കൊർന്നല്യോസിന്റെ സംഭവം. പത്രോസിനൊരു ദർശനം ഉണ്ടാകും. പത്രോസ് ആണെങ്കിൽ പ്രാർത്ഥിക്കാൻ വെൺമാടത്തിൽ കയറി. നമ്മളതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു. അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രോസിന് വിശന്നു, നല്ലോണം വിശന്നു. വിശന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പത്രോസിന് വിവശതയുണ്ടായി. അപ്പൊ എന്തോ വിവശത? അവശത അറിയാമോ? നിങ്ങൾക്ക് ഏറ്റവും അവസാനം നല്ലപോലെ വിശന്നത് എന്നാ? വിശന്നിട്ട് കണ്ണിക്കൂടി ഈച്ച പോയി ബോധം പോയത് എപ്പോഴാ? നമ്മുടെ അവശത മുഴുവൻ ദഹിക്കാത്തത് കൊണ്ടുള്ള അവശതയാണ്, അല്ലാതെ വിശക്കാത്തത് കൊണ്ടുള്ള അവശതയല്ല. ഇതെല്ലാം കൂടെ വെട്ടി വിഴുങ്ങി പെരുമ്പാമ്പ് നടക്കുന്ന പോലെ നടക്കുകയാണ്. അതിൻ്റെ ക്ഷീണമേ ഉള്ളൂ നമുക്ക്. അല്ലാതെ വിശന്നിട്ട് നമുക്കാർക്കും എന്തില്ല? ഒരവശതയില്ല. പത്രോസ് ആണെങ്കിൽ വിശന്നപ്പോൾ അവശത വന്നു, അവശത വന്നപ്പോൾ വിവശത വന്നു. എന്ന് പറഞ്ഞാൽ കിളി പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. സിമ്പിളായി പറഞ്ഞു, പത്രോസിൻ്റെ കിളി പോയി. എന്തുകൊണ്ട്? ഇപ്പം എല്ലാം ന്യൂജൻ ഭാഷ ഉപയോഗിക്കണമെന്നാണ്. ഇവിടെ ഞാൻ യൂദായെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ യൂദാ യേശുവിനെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ ഒരുത്തൻ പറയും, എൻ്റെ അച്ഛാ ഇതൊക്കെ പഴയ ഭാഷയാണ്, യൂദാ യേശുവിനെ തേച്ചു എന്ന് പറഞ്ഞാൽ മതി എന്നാണ് ഇപ്പോഴത്തെ പറഞ്ഞത്. ഇതെല്ലാം ന്യൂജൻ ഭാഷയാണ്. അതുകൊണ്ട് ഒരിക്കലും ഇനി യൂദാ യേശുവിനെ ചതിച്ചു എന്ന് പറയരുത്. യൂദാ യേശുവിനെ കണ്ടോ, ചുമ്മാ ഈ കസര ഇരുന്നാൽ പോരാ, എന്തോ പറയണം, തേച്ചു എന്ന് പറയണം. പുരിഞ്ഞതാ? അത് ആരെങ്കിലും ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം. തേച്ചു എന്ന് പറഞ്ഞാൽ അച്ഛന് ചിലപ്പം മലയാളം അറിയത്തില്ലായിരിക്കും. അച്ഛന് പ്രേമം ഉണ്ടായിരുന്നോ കോളേജിലെങ്ങാണ്ട് പഠിക്കുമ്പോൾ? ഉണ്ടോ? പള്ളിയിൽ ഇരുന്നുകൊണ്ട് സത്യമായിട്ട് പറയാനും വയ്യ. അപ്പം ആ പെണ്ണ് നമ്മളെ കളിപ്പിച്ചിട്ട് പോകത്തില്ലേ അച്ഛാ? ആ പെണ്ണ് അച്ഛനോട് ചെയ്ത പ്രവൃത്തിയുടെ പേരാണ് തേക്കുക എന്ന് പറയും. മനസ്സിലായോ? തേക്കുക. യൂദാ യേശുവിനെ തേച്ചു എന്ന് പറഞ്ഞാലേ ചതിച്ചു എന്നൊന്നും പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് മനസ്സിലാവൂല. തേച്ചെന്ന് പറഞ്ഞാൽ അവന് നല്ലപോലെ മനസ്സിലാവും. അപ്പം വിവശത വന്നു, അവശത വന്നു, ബോധം പോയി, കിളി പോയി. അപ്പോഴാണ് ഇപ്പം നമ്മൾ ഈ വിവശതയും അവശതയും. ഒരിക്കലും ഒരു അപ്പച്ചൻ എന്നോട് പറഞ്ഞ, അച്ഛൻ ഈ വേവലാതി, ആവലാതി, അലവലാതി ഇത് മൂന്നും കൂടെയുള്ള ബന്ധം അറിയാവോ? ഒരു പ്രായമുള്ള ഒരാൾ എന്നോട് ചോദിച്ച. അപ്പം വേവലാതി അറിയാം, ആവലാതി അറിയാം, അലവലാതി നമ്മളെ ആളുകൾ വിളിക്കുന്നതായതുകൊണ്ട് നമുക്ക് അതും അറിയാം. പക്ഷെ ഇത് തമ്മിലുള്ള കണക്ഷൻ എനിക്ക് അങ്ങോട്ട് കിട്ടിയില്ല. അപ്പം ഈ അപ്പച്ചൻ എന്നോട് പറയാ, ഒരു അങ്കിള് പറയാ, അച്ഛാ എനിക്കൊരു പെങ്കൊച്ചുണ്ടായിരുന്നു, അവളെ എങ്ങനെ കെട്ടിക്കുമെന്ന എന്നും എനിക്ക് വേവലാതിയായിരുന്നു. കെട്ടിച്ചു കഴിഞ്ഞാൽ അന്ന് മുതൽ ഫ്രിഡ്ജ് വേണം, TV വേണം, വാഷിംഗ് മെഷീൻ വേണമെന്ന് ആവലാതിയാണ്. കെട്ടിയവനാണെങ്കിൽ ഒരു അലവലാതി. ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ? ഇത് എൻ്റെ സ്വന്തം തമാശ അല്ല, ഇതൊരു അപ്പച്ചൻ എനിക്ക് പറഞ്ഞു തന്ന തമാശ. ഇങ്ങനെ ഈ പള്ളികളിലൊക്കെ പോകുമ്പം ആളുകൾ പല തമാശ പറഞ്ഞു തരും. ഞാൻ ഈ 2002 തിരുവനന്തപുരത്ത് VBS ഡയറക്ടറായിട്ട് വന്നു. അപ്പം ഞാൻ ഈ കാണാതെ പോയ ആടിൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഈ മുമ്പിലിരുന്ന ഒരു ചെറുക്കനോട്, അവനൊരു 8 വയസ്സോ 9 വയസ്സോ എല്ലാം കാണും, ഞാൻ ചോദിച്ചു, എന്താ കുഞ്ഞെ യേശു 99 ആടിനെയും വിട്ടിട്ട് ഈ ഒരെണ്ണത്തിൻ്റെ പുറകെ പോയത് എന്തുകൊണ്ടാണ്? അപ്പം അവൻ പറയാ, ആ ഒരെണ്ണത്തിനെ കറവയുണ്ടായിരുന്നുള്ളൂ. ഇതുപോലുള്ള വിത്തുകളോടാണ് നമ്മൾ യേശുവിൻ്റെ സ്നേഹം പറയുന്നത്. അവൻ്റെ ദൃഷ്ടിയിൽ ഒരെണ്ണത്തിനേ ഉള്ളൂ എന്ത്, ബാക്കി 99 യൂസ്ലെസ്. ഇതാണ് ന്യൂ ജെൻ. ഇവരോടാണ് നമ്മൾ സുവിശേഷം പറയുന്നത്. പത്രോസിന് ഭയങ്കര വിവശത എന്നുള്ള വാക്കങ്ങ് വിടാം. പത്രോസിന് വിശന്നിട്ട് എന്തോ പറ്റി? കിളി പോയി. മനസ്സിലായല്ലോ? അവശതയെന്നും വിവശതയെന്നൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല. കിളി പോയി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ പത്രോസ് ഇങ്ങനെ കിളി പോയി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പം മോളിൽ നിന്നൊരു വലിയ പെട്ടി താഴോട്ട് വരുന്നു. പത്രോസിന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. കാരണം എന്താ? വിശന്നിരിക്കുമ്പോൾ ഇങ്ങനൊരു വലിയ പെട്ടി താഴോട്ട് വന്നെങ്കിൽ മിക്കവാറും അത് സൊമാറ്റോ ആയിരിക്കും, അല്ലേ? ആരാണ് സൊമാറ്റോ ആദ്യം തുടങ്ങിയെന്നറിയാമോ? ആരുടെ കാലത്താണ് സൊമാറ്റോ തുടങ്ങിയെന്നറിയാമോ? ഇവിടെയൊക്കെ സൊമാറ്റോ ആണോ? പിന്നെന്തൊക്കെയാണ്? സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ ഉണ്ടല്ലേ. ശരിക്കും ഏലിയാവിനാണ് ആദ്യം കാക്ക സ്വിഗ്ഗിയുടെ രൂപത്തിൽ സൊമാറ്റോയുടെ ശരിക്കും ഏലിയാവിൻ്റെ കാലത്താണ് ഈ സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ തുടങ്ങി. പത്രോസിന്റെ മനസ്സിൽ എന്തോ പൊട്ടി? ലഡ്ഡു പൊട്ടി. ഇനി അതല്ല, ലഡ്ഡുവിനോട് വിരോധം ഉണ്ടെങ്കിൽ ജിലേബി പൊട്ടി. പത്രോസ് ഇങ്ങനെ ഈ പെട്ടിക്കകത്ത് എന്തുവാണെന്നൊന്ന് നോക്കാമെന്ന് കരുതി ഇങ്ങനെ എത്തി നോക്കിയപ്പം അതിൻ്റെ അകത്ത് വല്ല പത്തിരിയോ ലഡുവോ അല്ലെങ്കിൽ ദോശയോ, മസാല ദോശയോ അല്ലെങ്കിൽ ഊത്തപ്പമോ എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ച് ഇങ്ങനെ എത്തി നോക്കി, അല്ലെ പൊങ്കലോ. നോക്കിയപ്പം അതിൻ്റെ അകത്ത് മുഴുവൻ മൃഗങ്ങളാ. പട്ടി, പൂച്ച, കാക്ക, ആന, മൂങ്ങ. അവിടെ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിലുള്ള സകലവിധ നാൽക്കാലിയും ഇഴജാതിയും പറവജാതിയും. നിങ്ങൾ ആ പെട്ടിയുടെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് വേദോസ്തവത്തിൽ ഒരു വിവരണമുണ്ട്, അല്ലേ? ഭൂമിയിലുള്ള സകല നാൽക്കാലികളിൽ നിന്നും ഇഴജാതികളിൽ നിന്നും പറവജാതികളിൽ നിന്നും ഈ 2 എണ്ണം എടുത്തിട്ട് പോലും ഇമ്മിണി വലിയ പെട്ടിയ. അപ്പോൾ ഭൂമിയിലുള്ള സകലവിധ നാൽക്കാലിയും വരുമ്പോഴോ
എന്തൊരു വലിയ പെട്ടിയാ. പത്രോസ് ഇങ്ങനെ എത്തി നോക്കി. അപ്പൊ ദൈവം പറയുക, പത്രോസേ, നീ എഴുന്നേറ്റ് അറുത്തു തിന്നണം. പത്രോസിന് ഇതെല്ലാം കൂടെ കണ്ടിട്ട് പത്രോസ് നോക്കിയപ്പം മൂങ്ങ ഇങ്ങനെ നിൽക്കുന്നു, പശു ചാണകമിടുന്നു, കാള മൂത്രം ഒഴിക്കുന്നു, പാമ്പ് ഇങ്ങനെ നടക്കുന്നു, പുളകൻ അത്. ഇതെങ്ങനെ കഴിക്കും? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ മൃഗങ്ങളെല്ലാം കൂടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന പോലെ പത്രോസിനെ കണ്ടപ്പോൾ ഇങ്ങനെ നിന്നാന്ന്? മൃഗങ്ങളല്ലേ, അത് അതിൻ്റെ സ്വഭാവം കാണിക്കും. കാക്കയും മൂങ്ങയും പൂച്ചയും എല്ലാം ഉണ്ട്. അപ്പോഴാണ് ദൈവം സ്വർഗത്തിൽ നിന്ന് പറയുന്നത്, പത്രോസേ, നീ വിശന്ന് കിളി പോയിരിക്കുമല്ലേ, നീ ഇത് എഴുന്നേറ്റ് അറുത്തു തിന്ന്. പത്രോസ് നോക്കി, ഒരു കുരുമുളക് പൊടിയോ മസാലയോ എന്തെങ്കിലും ഒന്ന് ബാർബിക്യൂ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി, അല്ലേ? KFC പോലെ കോഴിയെ കൊന്ന് ഇപ്പം മസാല ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ മസാലയില്ല, കുരുമുളക് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ അതില്ല, ഒലിവ് ഓയിൽ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ അതില്ല, ബാർബിക്യൂ ചെയ്യാൻ ഒന്നുമില്ല. ഒറ്റ ശബ്ദം മാത്രമുണ്ട്, മോനെ പത്രോസെ എഴുന്നേറ്റ് കണ്ടിച്ചു തിന്നും. ഉടനെ പത്രോസ് പറയാ, കർത്താവേ സോറി, കർത്താവിന് ഞാൻ ആരാന്ന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മനസ്സിലായ? ഞാൻ ആരാന്ന് മനസ്സിലായോ? ഞാനൊരു യഹൂദനാണ്. ഞാൻ ഇന്ന് വരെ മലിനമോ അശുദ്ധമോ ആയതൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ ആരാ ശശിയായ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവം കിളി പോയ പത്രോസിന് ഇതങ്ങോട്ട് എടുത്തു കൊടുത്ത് പറഞ്ഞ, മോനെ പത്രോസെ, നീ കണ്ടിച്ചു തിന്ന്. അപ്പൊ പത്രോസ് ദൈവത്തോട് പറയുക, ഞാൻ ആരാണെന്നറിയാമോ? ഞാൻ ഇന്ന് വരെ മലിനമോ അശുദ്ധമോ ആയത് കഴിക്കത്തില്ല. എന്നോടാ പറയുന്നേ കണ്ടിച്ചു തന്നെ. അപ്പൊ ഇതിലാരാ നല്ലത്? ദൈവമാണോ പത്രോസാണോ നല്ലേ? വൃത്തികെട്ട സാധനം കൊടുത്തിട്ട് കഴിക്കാൻ പറഞ്ഞ പത്രോസാണോ, ദൈവം പറഞ്ഞാലും മലിനമായത് കഴിക്കത്തില്ലെന്ന് പറയുന്ന പത്രോസോ? ആരാ നല്ലത്? പത്രോസ് ദൈവത്തോട് പറയാ, സോറി, ആളാരാന്ന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ ഈയിടെ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു അമ്മച്ചി പ്രാർത്ഥിക്കുക, കർത്താവേ, നിനക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ലെന്ന്. അമ്മച്ചി വേദോത്സവത്തിലൊരു വാക്യം ഉദ്ധരിക്കുക, കർത്താവേ, നിന്റെ നടപടിയുടെ കാലങ്ങളിൽ നീ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നിനക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. പത്രോസ് ദൈവത്തോട് പറയുക, ഞാൻ ആരാണെന്നറിയാമോ? അപ്പൊ പത്രോസിനോട് ദൈവം ഒന്നുകൂടെ പറഞ്ഞു, മോനെ പത്രോസെ, പ്ലീസ് കണ്ടിച്ചു തിന്നു. പത്രോസ് പറഞ്ഞു, നത്തിങ് ഡൂയിങ്, നടക്കൂല. അപ്പോൾ പത്രോസിനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പത്രോസെ, അതിൻ്റെ 15-ാമത്തെ വാക്യം, ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് പറയുന്നത് എന്ത്? ഈ 10-ാം അധ്യായം മനസ്സിലാക്കാനുള്ള താക്കോലാണത്. എന്താണ് ഇവിടുത്തെ പ്രശ്നം? ദൈവം നൽകിയ മൃഗങ്ങളെ, ജീവജാലങ്ങളെ പത്രോസ് വിളിക്കുന്ന പേര് മലിനം എന്നാണ്, അശുദ്ധം എന്നാണ്. അപ്പോൾ ദൈവം പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിളിക്കാൻ ആരാണ്? അപ്പോൾ ചോദ്യം, ഒരു വസ്തു, ഒരു മനുഷ്യൻ, ഒരു സമൂഹം, ഒരു ജാതി മലിനമാണോ അല്ലയോ എന്ന് പറയുന്നത് ദൈവമാണോ മതമാണോ? പത്രോസിന് ദൈവം പറഞ്ഞാലും ഇത് കഴിക്കാൻ പറ്റില്ല. കാരണം പത്രോസ് സൺഡേ സ്കൂളിൽ പഠിച്ചിരിക്കുന്നത് ഇതെല്ലാം എന്താണെന്നാ? മലിനമാണെന്ന്. അപ്പോൾ ദൈവം പറഞ്ഞാലും സൺഡേ സ്കൂളിൽ പഠിച്ചത് പത്രോസ് മാറ്റത്തില്ല. അവസാനം 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ തുപ്പട്ടി ആകാശത്തേക്കെടുത്തു. ആര് തോറ്റു? ദൈവം തോറ്റു, മതം ജയിച്ചു. കാരണം ദൈവത്തിന് മനസ്സിലായി, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ദൈവം പറഞ്ഞാലും ആര് കേൾക്കത്തില്ല? പത്രോസ് കേൾക്കില്ല. പത്രോസിൻ്റെ പോയ കിളിയെല്ലാം തിരിച്ചു വന്നു.
പത്രോസ് തുപ്പട്ടിയിൽ നിന്ന് വെൺമാടത്തിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോൾ അവിടെ 2 മനുഷ്യർ നിപ്പുണ്ട്. ഇവർ പത്രോസിനെ യോപ്പയിലേക്ക് വിളിക്കാൻ വന്നാണ്. അവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആരുള്ളത്? കൊർന്നല്യോസ് ഉള്ളത്. അവിടെ ചെന്നപ്പോൾ പത്രോസിൻ്റെ ഈ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ നിറച്ച ആളാണ്. പത്രോസ് ഈ കൊർന്നല്യോസിൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുക. അപ്പം ഇവിടെയാണ് നമ്മുടെ ധ്യാനം ആരംഭിക്കുന്നത്. അപ്പം നിങ്ങൾ ഇയാൾ പിന്നെ എന്ത് തേങ്ങയാണ് ഇത്രയും നേരവും പറഞ്ഞതെന്ന് നിങ്ങൾ വിചാരിക്കും. നമ്മൾ ധ്യാനം തുടങ്ങാൻ പോവാം കേട്ടോ. ഇത് എത്ര മണിക്കാച്ചാ തീരുന്നത്? 9:15 തീരുന്നത്. ഇനിയിപ്പോൾ ദൈവം പറഞ്ഞാലും ഞാനത് കുറയ്ക്കത്തില്ല. 9:15 കേട്ടോ, അച്ഛൻ പറഞ്ഞു. അതിന് മുമ്പ് ഞാൻ നിർത്താം. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലായല്ലോ. പത്രോസ് കൊർന്നല്യോസിൻ്റെ വീട്ടിലോട്ട് കയറുക. പത്രോസിനെ കണ്ടതും കൊർന്നല്യോസ് എന്ത് ചെയ്തു? കാലേ വീണു. അപ്പോൾ പത്രോസ് പറയുന്ന കാര്യം, നമ്മുടെ ഒന്നാമത്തെ ധ്യാന ചിന്ത എവിടെയാണ്? പത്രോസ് അകത്ത് കയറിയപ്പോൾ 25-26 വാക്യങ്ങൾ. പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നല്യോസ് എതിരേറ്റ് അവൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പത്രോസോ, എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് ഒന്നാമത്തെ ആലോചനയാ ഞാൻ ഇന്ന് പറഞ്ഞു. ഞാനും ആരാണ്? ഞാൻ ഒരു മനുഷ്യനാണെന്നല്ല, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞാൽ എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? നമുക്കറിയാം, ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം യഹൂദനായിരിക്കുന്നത് ഒരു വലിയ പദവിയാണ്. അതുകൊണ്ട് തന്നെ യഹൂദന്മാരല്ലാത്ത എല്ലാവരോടും അവർക്ക് പുച്ഛമാണ്. കാരണം യഹൂദൻ മാത്രമാണ് ശരിയായ മനുഷ്യൻ. യഹൂദനല്ലാത്ത ആരെയും യഹൂദന്മാർ മനുഷ്യരായി പരിഗണിച്ചിരുന്നില്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചിട്ട് തൻ്റെ കാൽക്കൽ വീണ ഒരു അന്യമതസ്ഥനോട് പറയുന്നു, എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ. അപ്പോൾ എന്താണ് ആത്മീയ ജീവിതത്തിൽ നമുക്കുണ്ടാവേണ്ട ആദ്യത്തെ ചിന്ത? നമ്മൾ ആരാണ്? മനുഷ്യരാണ്. എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? മനുഷ്യരുണ്ടോ? പറ. ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? പാൻറ്റിട്ട് നടക്കുന്ന, ചുരിദാർ ഇട്ട് നടക്കുന്ന ഒരു ജീവി, അതാണോ മനുഷ്യൻ? നമ്മൾ ഇന്ന് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സമൂഹത്ത് ശ്രദ്ധിച്ചാൽ മനുഷ്യരില്ല. ക്രിസ്ത്യാനിയുണ്ട്, ഹിന്ദു ഉണ്ട്, മുസൽമാനുണ്ട്, AIDMK ഉണ്ട്, DMK ഉണ്ട്, BJP ഉണ്ട്. ആര് മാത്രമില്ല? മനുഷ്യനില്ല. ഇന്ന് ഏതെങ്കിലും ഒരു ജീവിക്ക് വംശനാശം സംഭവിക്കുന്നെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നത് മനുഷ്യനേ ഇല്ല. കേരളത്തിലെ സാഹചര്യവും ഒട്ടും വ്യത്യാസമല്ല. കേരളത്തിൽ കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, മർത്തോമായുണ്ട്, BJP ഉണ്ട്. ആരില്ല? മനുഷ്യനില്ല. എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ TV-യിൽ കാണുമ്പോൾ ശരിയും തെറ്റും എല്ലാം ചർച്ച ചെയ്യുന്ന സമയത്ത് എൻ്റെ പാർട്ടിയാണെങ്കിൽ ചെയ്യുന്നതെല്ലാം ശരി, എൻ്റെ എതിർ പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിൽ അവർ ചെയ്യുന്നത് മുഴുവൻ. അപ്പോൾ ശരിയുടെയും തെറ്റിൻ്റെയും അടിസ്ഥാനം എന്താണ്? പാർട്ടിയാണ്. എൻ്റെ മതത്തിൽപ്പെടുന്നവരാണെങ്കിൽ അവർ ചെയ്യുന്നതെല്ലാം ശരി.
അന്യമതസ്ഥനാണെങ്കിൽ അവർ ചെയ്യുന്നതെല്ലാം തെറ്റ്. ഇവിടെ മനുഷ്യൻ എന്ന് പറയുന്ന ഒന്നില്ല. ജാതി, ഈ പ്രദേശത്തൊക്കെ നമുക്കറിയാം ജാതി ഒരു വലിയ പ്രശ്നമാണ്. എൻ്റെ ചോദ്യം, നമ്മൾ ആരാണ്? ആദ്യം മനുഷ്യനാവണം. കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യനായിട്ടാണ്. മലയാളിയായിട്ടല്ല, തമിഴനായിട്ടല്ല, കന്നഡികനായിട്ടല്ല. നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യനായിട്ടാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾ ഈ കല്യാണാലോചനയ്ക്ക് നമ്മൾ ഈ മാട്രിമോണിയൽ സൈറ്റുകളുണ്ട്. ഇവിടുത്തെ സൈറ്റുകൾ എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കൊരിക്കലും ചിരി വരുന്നില്ലെങ്കിൽ, നിങ്ങൾ മരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്കൊരല്പം സന്തോഷം കിട്ടാനുള്ള വഴി ഈ കല്യാണാലോചനകളെക്കുറിച്ചുള്ള ഇത് വായിക്കുക എന്നുള്ളതാണ്. കണ്ടിട്ടുണ്ടോ? തവിട്ട് നിറം. ഞാൻ മലയാളത്തിൽ പറയുന്നത്, ഇവിടെ എങ്ങനെയാ പറയുന്നത് എനിക്കറിഞ്ഞൂടാ. അളകാന മനിതൻ, അതാണ് ഈ തവിട്ട് നിറം. കറക്റ്റാണോ വെച്ചാ തമിഴ്? അല്ലേ? ഉന്നത കുലജാതൻ എന്ന് പറഞ്ഞാൽ ഹൈ ഫാമിലിയാ, ഹൈ കാസ്റ്റാ. അപ്പം നമ്മൾ കല്യാണത്തിൻ്റെ സമയത്ത് ഇതെല്ലാം പറയും. നമ്മുടെ ജാതിയിൽപ്പെട്ടവരെ നമ്മൾ കല്യാണം കഴിക്കും. തവിട്ട് നിറം, ബ്രാഹ്മണ കുടുംബം, അല്ലെങ്കിൽ നായർ തറവാട്. സംഭവം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് കിഡ്നി വേണം എന്ന് വിചാരിക്കുക. നായർ കിഡ്നി ആവശ്യമുണ്ട്. അങ്ങനെ ഒരു സാധനം ഉണ്ടോ? CSI കിഡ്നി. CSIക്കാർക്ക് കിഡ്നി ഉണ്ടോ എന്ന് തന്നെ അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു സാധനമുണ്ട്. എന്തുകൊണ്ടാണ് കല്യാണത്തിൻ്റെ സമയത്ത് കൊടുക്കുന്ന ഈ ഡിസ്ക്രിപ്ഷൻസ് ഒന്നും നിങ്ങൾക്ക് കിഡ്നി വേണമെങ്കിലോ, നിങ്ങൾക്ക് ലിവർ വേണമെങ്കിലോ, എന്തിന് നിങ്ങൾക്ക് ചോര വേണമെങ്കിൽ പോലും നിങ്ങൾ അവിടെ ജാതിയും പറയില്ല, മതവും പറയില്ല. BJP-കാരൻ്റെ രക്തം DMKയ്ക്ക് ചേരും, DMKയുടെ ചോര AIDMKയ്ക്ക് ചേരും. ഈ വ്യത്യാസങ്ങളൊന്നും ആശുപത്രിയിൽ ബാധകമല്ല. ആണോ? നിങ്ങൾക്ക് രക്തം വേണമെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പരസ്യം കൊടുക്കുന്നത്? ഗ്രൂപ്പേ ഉള്ളൂ, അല്ലേ? ദ്രാവിഡ A പോസിറ്റീവ്, അങ്ങനെ ഒരു A പോസിറ്റീവ് ഉണ്ടോ? നായർ B പോസിറ്റീവ് ഉണ്ടോ? SC ST O നെഗറ്റീവ്, അങ്ങനെ ഒരെണ്ണം ഉണ്ടോ? എന്തേ ഉള്ളൂ? ചോര. അതെന്താ ഈ ചോര സ്വീകരിക്കുമ്പോൾ ഈ പ്രശ്നമില്ലാത്ത? നമ്മളെല്ലാം ബ്രാഹ്മണരാണെങ്കിൽ, നമ്മളെല്ലാം ഉന്നത കുലജാതരാണെങ്കിൽ എന്തുകൊണ്ടാണ് രക്തത്തിൽ ജാതിയില്ലാത്തത്? അവിടെ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇതാരുണ്ടാക്കിയതാ? മനുഷ്യനുണ്ടാക്കിയതാണ്. ഇത് ദൈവമായി തന്നതായിരുന്നു എങ്കിൽ ഒരു ദളിതന്റെ രക്തം നായർക്ക് ചേരത്തില്ല, ഒരു ക്രിസ്ത്യാനിയുടെ രക്തം മുസൽമാന് ചേരത്തില്ല, ഒരു ഹിന്ദുവിൻ്റെ രക്തം മർത്തോമാക്കാർക്കോ CSIക്കാർക്കോ നമ്മൾ ഭൂമിയിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന യാതൊരു വിഭജനങ്ങളും എവിടെയില്ല? ആശുപത്രിയിലില്ല. കുറച്ചു നാൾ മുമ്പ് കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെച്ചു. ഒരു ഹൈന്ദവ സഹോദരനാണ് ഹൃദയം കൊടുത്തത്. അത് സ്വീകരിച്ചത് എറണാകുളത്തുള്ള ഒരു കത്തോലിക്കനാണ്, ഒരു ക്രിസ്ത്യാനിയാണ്. ഹൃദയം മാറ്റിവെച്ചു.
അയാൾ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ഇപ്പോഴും ജീവിക്കുന്നു. കാരണം ഈ ഹൈന്ദവ സഹോദരൻ കൊടുത്തത് ഹൃദയമാണ്, ഹൈന്ദവ ഹൃദയമല്ല. ഈ ക്രിസ്ത്യാനിയായ സഹോദരൻ സ്വീകരിച്ചത് ഹൈന്ദവ സഹോദരൻ്റെ ഹൃദയമാണെങ്കിലും ഹൃദയത്തിന് എന്തില്ല? മതമില്ല. കിഡ്നിക്ക് മതമില്ല, രക്തത്തിന് ജാതിയില്ല. പിന്നെ എന്തേ ഉള്ളൂ? നമ്മൾ മനുഷ്യരാണ്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ നമുക്കുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത, നമ്മൾ മനുഷ്യരാണ്. ആദ്യം മനുഷ്യനാവണം. എന്നാൽ ഇന്ന് മനുഷ്യനില്ല. എന്തു മാത്രമേ ഉള്ളൂ? മതം മാത്രമേ ഉള്ളൂ. അവിടെയാണ് പത്രോസ് തൻ്റെ കാൽക്കൽ വീണ് കിടക്കുന്ന അന്യജാതിക്കാരനോട് പറയുകയാ, നീ എഴുന്നേക്ക്, നീ എൻ്റെ കാൽക്കൽ കിടക്കാൻ പാടില്ല. കാരണം നിന്നെപ്പോലെ തന്നെ ഒരു മനുഷ്യനാണ് ഞാനും. അതുകൊണ്ടാണ് ഞാൻ മനുഷ്യനാണെന്നല്ല, ഞാനും മനുഷ്യനാണ്. ഈ ഒരു വിചാരത്തിലേക്ക് നമ്മൾ വളരേണ്ട കാലമായി. എന്തുകൊണ്ടാണ് പത്രോസ് തൻ്റെ കാൽക്കൽ വീണ് കിടക്കുന്ന ഈ അന്യമതസ്ഥനെ, ഒരു പുറജാതിക്കാരനെ കണ്ടപ്പോൾ അവൻ അവിടെ കിടക്കട്ടെ എന്നല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? നീ എഴുന്നേൽക്ക്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കാൽക്കൽ വീഴുന്നത് പാപമാണ് എന്ന് തിരിച്ചറിയുന്നതാണ് മനുഷ്യത്വം. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന്റെ കാലേൽ വീഴാൻ പാടില്ല. കാരണം നാം രണ്ടുപേരും ആരാണ്? മനുഷ്യരാണ്. ഈ വിചാരമാണ് പത്രോസിനുണ്ടായ ആദ്യത്തെ ചിന്ത. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, പത്രോസ് പറയുന്ന 28-ാമത്തെ വാക്യത്തിൽ, അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനെന്നോ അശുദ്ധനെന്നോ പറയരുത്. എന്താണ് രണ്ടാമത്തെ തിരിച്ചറിവ്? ഞാൻ ഈ വായിച്ച വേദഭാഗത്തിന് 2 ഭാഗമുണ്ട്. അതിൻ്റെ 1-ാം ഭാഗത്ത് പത്രോസ് പറയുന്നു, എന്താണ് യഹൂദന്മാരെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നത്? അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും ആർക്ക് വിലക്കിയിരിക്കുകയാണ്? യഹൂദന് നിഷിദ്ധം. യഹൂദനോട് പറഞ്ഞിട്ടുണ്ട്, യഹൂദനല്ലാത്ത ആരുടെയും വീട്ടിൽ പോകരുത്, യഹൂദനല്ലാത്ത ആരുമായി യാതൊരു സംസർഗവും പാടില്ല. എങ്കിലും എൻ്റെ സൺഡേ സ്കൂളിൽ എന്നെ അങ്ങനെയാ പഠിപ്പിച്ചിരിക്കുന്നത്, ഞാൻ പോകുന്ന പള്ളിയിൽ അച്ഛന്മാരെന്നെ അങ്ങനെയാ പഠിപ്പിച്ചിരിക്കുന്നത്, അന്യജാതിക്കാരനുമായി യാതൊരു ബന്ധവും പാടില്ല. പക്ഷേ ആ എങ്കിലും എന്ന വാക്ക് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. എന്നാൽ ദൈവം എനിക്കൊരു കാര്യം കാണിച്ചു തന്നിരിക്കുന്നു. അതെന്താണെന്നറിയാമോ? ഒരു മനുഷ്യനെയും എന്തെന്ന് വിളിക്കരുത്? മലിനനെന്നും അശുദ്ധനെന്നും വിളിക്കരുത്. ഇതാണ് രണ്ടാമത്തെ ചിന്ത. 1-ാമത്തെ ചിന്ത, നമ്മളെല്ലാവരും മനുഷ്യരാണ്. ജാതിയും മതവും സഭാവ്യത്യാസങ്ങളും എല്ലാം മനുഷ്യനുണ്ടാക്കിയതാണ്. നാം മനുഷ്യരാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് മനുഷ്യനായിട്ടാണ്. ഒരു കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ ജനിച്ച് ലോകത്തിൽ പിറന്നു വീണ് കഴിയുമ്പോൾ ആ കൊച്ചിന് പേരിടുന്നത് വരെ എന്തില്ല? നിങ്ങൾ ആ കൊച്ചിന് ഡിസൂസ എന്നാണ് പേരിടുന്നതെങ്കിൽ കൊച്ചാരായി? ആംഗ്ലോ ഇന്ത്യനായി. കൊച്ചിന് മുഹമ്മദ് എന്നാണ് പേരിടുന്നതെങ്കിൽ കൊച്ചാരായി? കൊച്ചിന് ആർദർ എന്നാണ് പേരിടുന്നെങ്കിലോ? അപ്പോൾ ഈ പേരിടുന്നത് വരെ ഈ കൊച്ചിന്റെ ജാതി ഏതാണ്?
ജനിച്ചു വീഴുന്ന ഒരു കൊച്ചിന് ഈശ്വര വർമ്മ എന്നിട്ടാൽ അയാൾ വലിയ ആളായി. കുറുപ്പ് എന്നിട്ടാൽ വലിയ ആളായി. ആവേശം കൊണ്ടാ, നിങ്ങൾ ക്ഷമിക്കുക. നേരെ മറിച്ച് ലൂക്കോസ് എന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പേരിട്ടാൽ ഉടനെ ആരായി? മറ്റൊന്നായി. ദൈവം ഒരമ്മയുടെ വയറ്റിൽ ജനിപ്പിക്കുന്നത് മനുഷ്യനെയാണ്. നമുക്ക് മനുഷ്യരാവാം. മതം രണ്ടാമത്, മനുഷ്യൻ ആദ്യം. 2, ഒരു മനുഷ്യനെയും നമ്മൾ എന്തെന്ന് വിളിക്കരുത്? മലിനനെന്നോ. ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ല. പത്രോസ് ഒരു അന്യമതസ്ഥന്റെ വീട്ടിൽ നിന്നുകൊണ്ട് പറയുക, ദൈവം എനിക്ക് ഒരു കാര്യം കാണിച്ചു തന്നിരിക്കുന്നു. അതെന്താണ്? ഒരു മനുഷ്യനെയും മലിനനെന്നോ അശുദ്ധനെന്നോ പറയരുത്. നമ്മുടെയൊക്കെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ ജാതിയിൽ പെടാത്തവരാരാണ്? അശുദ്ധരാണ്. ഇന്നും ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തവർ, ഒരുമിച്ച് ആലയത്തിൽ പോകാൻ കഴിയാത്തവർ, ഇന്നും ജാതി വ്യവസ്ഥിതി വളരെ ശക്തമായിരിക്കുന്ന ഒരു കാലത്ത് എൻ്റെ ജാതിയിൽപ്പെടാത്തവൻ എൻ്റെ വീട്ടിൽ വന്നാൽ എൻ്റെ വീട് അശുദ്ധമാകുമെന്നും എൻ്റെ ജാതിയിൽപ്പെടാത്ത മറ്റൊരാളുടെ വീട്ടിൽ പോയാൽ ഞാൻ അശുദ്ധനാകും എന്ന് കരുതുന്നെങ്കിൽ മനുഷ്യന്റെ ശരീരം അശുദ്ധമല്ല. മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് മനുഷ്യന്റെ ശരീരം ദൈവം വസിക്കുന്ന മന്ദിരമാണ്. എന്നാൽ ഇന്നും മനുഷ്യനെ ജാതിയുടെ പേരിൽ നമ്മൾ മാറ്റി നിർത്താറുണ്ട്. സ്ത്രീകളുടെ മാസമുറയുടെ കാലത്ത് നമ്മൾ അവരെ അശുദ്ധരെന്ന് പറഞ്ഞ് മാറ്റി നിർത്താറുണ്ട്. വേദപുസ്തകം പറയുന്നു, ഒരു മനുഷ്യനെയും നിങ്ങൾ എന്തെന്ന് വിളിക്കരുത്? മലിനനെന്നോ അശുദ്ധനെന്നോ വിളിക്കരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് വേഗം അവസാനിപ്പിക്കാം. മൂന്നാമത് പത്രോസിനുണ്ടായ വിചാരം 34-35. അപ്പോൾ പത്രോസ് വായു തുറന്നു പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല. ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു. ഏത് ജാതിയിലും. ദൈവത്തിന് മുഖപക്ഷമുണ്ടോ? വേദോസം പറയുന്നു, ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവത്തിന് എന്തില്ല? മുഖപക്ഷമില്ല. ദൈവത്തിന് ജാതിയില്ല, ദൈവത്തിന് മതവുമില്ല. ഇനി ദൈവത്തിനൊരു മതമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്, ഞാനൊരു സിമ്പിൾ ചോദ്യം ചോദിക്കാം, ദൈവത്തിനൊരു പേരില്ല, എന്തുകൊണ്ടാണ് ദൈവത്തിന് പേരില്ലാത്തത്? ദൈവത്തിൻ്റെ പേര് റോബർട്ട് എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ദൈവം ആരാ അപ്പം? ക്രിസ്ത്യാനിയാ. ദൈവത്തിന് പേരില്ല. ദൈവത്തിന് ജാതിയില്ല. ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്ന് ഞാൻ ഇപ്പോൾ, അത് അണ്ടർലൈൻ ചെയ്യണം, ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവത്തിന് CSIക്കാരോടൊരു പ്രത്യേക പരിഗണനയും മാർത്തോമാക്കാരോട് താല്പര്യമില്ലായ്മയും ഹിന്ദുക്കളോട് അലർജിയും ഒന്നുമില്ല. ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളതിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? മനുഷ്യർക്കാണെങ്കിൽ എന്തേ ഉള്ളൂ? മുഖപക്ഷമേ ഉള്ളൂ.
പക്ഷെ ദൈവത്തിന് അതില്ല. ഞാൻ ചിലപ്പോൾ ആലോചിക്കും, നമുക്ക് ദേഷ്യം വരുന്നത് പോലും ആളും തരവും നോക്കിയ അല്ലേ? ചിലർ പറയും, ഞങ്ങളുടെ അച്ചായൻ, ഞങ്ങൾ ഈ മധ്യ തിരുവിതാംകൂറിൽ കേരളത്തിൽ പൊതുവെ ഭർത്താക്കന്മാരെ അച്ചായ എന്നാണ് വിളിക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ പ്രായമുള്ളവരാണെങ്കിൽ കേട്ടോ, ഇങ്ങോട്ട് നോക്കിക്ക്, പിള്ളേരുടെ അപ്പൻ ഇവരുടെ ആരാ അച്ചായ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതൊരു ഈ ഞങ്ങളുടെ മധ്യ തിരുവിതാംകൂറിൽ ഈ ഭർത്താക്കന്മാരെ വിളിക്കുന്ന ഒരു പ്രയോഗം. അപ്പോൾ ചില വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഈ സ്ത്രീകൾ പറയും, എൻ്റെ അച്ഛാ, ഞങ്ങളുടെ അച്ചായന് മൂക്കിൻ്റെ അറ്റത്താണ് ദേഷ്യം. ഞാനപ്പം വിചാരിക്കും, നമ്മൾ ഈ സ്കൂളിൽ ബയോളജി പഠിച്ചിട്ടുണ്ട്, അവിടെ മൂക്കിന് ഇങ്ങനൊരു ഉപയോഗമില്ല. മൂക്കിൻ്റെ ഉപയോഗം എന്താണ്? ഒന്നാമത്തെ ഉപയോഗം ശ്വാസം വിടണം, താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് ശ്വാസം തിരിച്ചെടുക്കണം. താല്പര്യം ഉണ്ടെങ്കിൽ മതി, നിർബന്ധമൊന്നുമില്ല. ശ്വാസം വിടാനാണ് 2 ഇങ്ങനെ തന്നിരിക്കുന്നത്. പിന്നെ വല്ല മീൻ വറുത്തതോ ബീഫ് ഒലത്തിയതോ എവിടെയെങ്കിലും ഒലത്തുമ്പം മണം വരും അല്ലേ? ആ മണം നമ്മൾ എങ്ങനെയാ പിടിക്കുന്നേ? മൂക്കുകൊണ്ടാണ് പിടിക്കുന്നല്ലേ? അപ്പം മൂക്കിൻ്റെ ഒരു ഉപയോഗം എന്താ? ശ്വാസോച്ഛ്വാസം, മണം. പിന്നെ മൂക്കിനുള്ള ഒരു ഉപയോഗം മരിക്കുമ്പം ഒരിത്തിരി പഞ്ഞി എവിടെയെങ്കിലും വെക്കണ്ടേ? അപ്പോൾ വെക്കാൻ വെച്ച് കിടന്നാൽ ഒരു ഗെറ്റപ്പ് ഉള്ളത് കൊണ്ട് കാലിൻ്റെ അറ്റത്തോ ചന്തിക്കോ പഞ്ഞി വെച്ചിട്ട് കാര്യമുണ്ടോ? മനുഷ്യൻ കാണുന്നിടത്ത് വെക്കണം, കിടന്നാൽ ഒരു ലുക്ക് ഉണ്ടാവണം, ഫോട്ടോയ്ക്കകത്തൊരു ഗെറ്റപ്പ് ഉണ്ടാവണം. അതുകൊണ്ട് നമ്മൾ മൂക്കിൻ്റെ അകത്താണ് പഞ്ഞി വെക്കും. ഈ 3 കാര്യമല്ലാതെ മൂക്ക് കൊണ്ട് മറ്റെന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മുടെ അച്ചായന്മാർക്ക് 4ാമത് ഒരു ഉപയോഗം കൊണ്ടുണ്ട്. അതെന്താണെന്നറിയാമോ? ഇതിൻ്റെ അറ്റത്താണ് അവരെന്തു സൂക്ഷിക്കുന്നത്. ഞങ്ങളുടെ അച്ചാന് മൂക്കിൻ്റെ അറ്റത്താ ദേഷ്യം. അപ്പം ഞാൻ എന്നിട്ട് പറയും, എന്തിനാ അച്ഛാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എൻ്റെ അച്ഛ ഒന്നും പറയണ്ട, ഇവൾ എന്തെങ്കിലുമൊക്കെ ചൊറിയുന്ന വർത്താനം പറയും. ഭാര്യയെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഇവൾ ഒരുമാതിരി ഉണങ്ങിയ ചൊറിഞ്ഞ വർത്താനം പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും. അപ്പം ഞാൻ ചോദിക്കുന്നു, അങ്ങനെ ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ദേഷ്യം വരുമോ? എൻ്റെ അച്ഛ പിന്നെ എനിക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. ദേഷ്യം വന്നാൽ പിന്നെ ഇവക്കിട്ട് 2 പൊട്ടിക്കണം, പിന്നെ കൺട്രോൾ കിട്ടത്തില്ല. അപ്പം ഈ അച്ഛൻ എന്നോട് എന്തോ പറഞ്ഞ്, ദേഷ്യം വന്നാൽ പിടിച്ചാൽ കിട്ടത്തില്ല. ഇങ്ങനെ മൂക്കിൻ്റെ അറ്റത്ത് ദേഷ്യമുള്ള, ദേഷ്യം പിടിച്ചാൽ കെട്ടാത്ത അച്ഛനെ പോലീസുകാര് വിളിച്ചുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ. അവരവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും ഈ അച്ചായനെ വിളിക്കുന്നത്? കർത്താവിൽ പ്രിയ ദാസ എന്നാണോ? ആണോ? മോനെ എന്ന് വിളിക്കും. അതിന് മുമ്പ് വേറെ പലതും ഉണ്ടെന്നാ അവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുള്ളവർ പറയുന്നു അല്ലേ? മോനെ എന്ന് വിളിക്കും. 9 മോനെ വിളിച്ചാലും മൂക്കിൻ്റെ അറ്റത്ത് ദേഷ്യമുള്ള ഈ അച്ചാൻ അനങ്ങത്തില്ല. കാരണം എന്താ? ഇന്നലെ എന്നോട് എന്തോ പറഞ്ഞേ? എനിക്ക് ദേഷ്യം വന്നാൽ ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ പിടിച്ചാൽ കിട്ടത്തില്ല. ഇപ്പം നല്ലപോലെ പിടിക്കുന്നുണ്ടല്ലോ. എന്താ കാര്യം? പറ. കിട്ടിയില്ലെങ്കിലേ വിവരം അറിയും. അപ്പോൾ ദേഷ്യം പിടിക്കാൻ അറിയാമോ? ഞങ്ങൾ അച്ഛന്മാർക്ക് ഭയങ്കര ദേഷ്യമാണെന്നാണ് പറയുന്നത്. പാവപ്പെട്ട കപ്പ്യാറെടുക്കലും ജനങ്ങളെടുക്കലേ ഉള്ളൂ. താമസിച്ചു വന്ന അച്ഛന് ഭയങ്കര ദേഷ്യമാണ്. പക്ഷെ ബിഷപ്പ് 1 മണിക്കൂർ താമസിച്ചു വന്ന ഈ അച്ഛൻ അനങ്ങുമോ? നമ്മൾ താമസിച്ച് ചെന്നാൽ ബിഷപ്പിന് ദേഷ്യമാണ്. പക്ഷെ മുഖ്യമന്ത്രി 1 മണിക്കൂർ താമസിച്ചാൽ ഈ തിരുമേനി അനങ്ങുമോ? മുഖ്യമന്ത്രിക്ക് ദേഷ്യമാണ്, പക്ഷെ പ്രധാനമന്ത്രിയുടെ അടുത്ത് ചെല്ലുമ്പോഴോ? ഈ ഭൂമിയിൽ ദേഷ്യം പിടിച്ചാൽ കിട്ടാത്തതാരുമില്ല. അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് മുൻകോപം.
ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും പറയുക അച്ഛാ മുൻകോപം പിടിച്ചാൽ കിട്ടത്തില്ലെന്ന്, മുഖ്യമന്ത്രി ആയാലും കൊള്ളാം, തിരുമേനി ആയാലും കൊള്ളാം, കിടിച്ചാൽ കിട്ടും. കാരണം മുൻപിൽ നിൽക്കുന്നയാൾ എന്നെ ഒരു പുല്ലും ചെയ്യത്തില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്. ഇതിനാണ് അഹങ്കാരം എന്ന് പറയുന്നത്. എന്നേക്കാൾ വലിയ ഒരുത്തൻ്റെ മുമ്പിൽ ഞാൻ ഒരിക്കലും മുൻകോപം കാണിക്കില്ല. കാരണം പണി പോവും. ചെലവാകുന്നിടത്ത് ഇറക്കുന്ന സാധനമാണിത്. ശരിയല്ലേ? ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യൻ അവൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ് മുഖപക്ഷം. അത് ദേഷ്യപ്പെടുന്നതായാലും അല്ല എങ്കിലും മനുഷ്യൻ എപ്പോഴും മുഖം നോക്കിയാണ് പെരുമാറുന്നത്. പക്ഷേ ദൈവം അങ്ങനെയല്ല. വേദപുസ്തകത്തിൽ ഒരു രസകരമായ സംഭവമുണ്ട്. ഈ ശമൂവേൽ പ്രവാചകൻ ഇശായിയുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. അവിടെ എത്ര പിള്ളേരാ? 8 പിള്ളേരാ. ഒരു പഞ്ചായത്ത് ഇലക്ഷനൊക്കെ ജയിക്കാൻ അവർ വിചാരിച്ചാൽ മതി, അമ്മാതിരി നിറച്ച് പിള്ളേരാ, അത്രയ്ക്ക് പിള്ളേരുണ്ട്. അവിടെ ചെന്ന് ഒരു രാജാവിനെ വാഴിക്കാനാണ് അവിടെ ചെന്നത്. അപ്പം ഓരോരുത്തരെ വിളിച്ചു. പ്രൊഡക്ഷൻ നമ്പർ 1 അവൻ ആധാർ കാർഡുമായിട്ട് വന്നു, രണ്ടാമത്തവൻ റേഷൻ കാർഡുമായിട്ട് വന്നു, മൂന്നാമത്തവൻ BPL കാർഡുമായിട്ട് വന്നു. അങ്ങനെ ഓരോരുത്തർ. അപ്പോൾ ഒരുത്തൻ വന്നപ്പോൾ നല്ല പൊക്കമുണ്ട്, നല്ല തടിയുണ്ട്, അവൻ ജിമ്മിലൊക്കെ പോകുന്ന ആളാണ്, 6 പാക്കാ. അപ്പോൾ പ്രവാചകൻ വിചാരിച്ച് എന്നാൽ പിന്നെ ഇവനെ തന്നെ അങ്ങ് രാജാവാക്കാം. അങ്ങനെ കയ്യിൽ കരുതിയിരുന്ന കുമ്പിൾ പൊട്ടിച്ച് രാജാവാക്കാം എന്ന് കരുതിയപ്പോൾ ദൈവം പ്രവാചകനോട് ചോദിക്കുക, നീ എന്തിനുള്ള പുറപ്പാടാ? അപ്പൊ പറഞ്ഞു, അയ്യോ ഇത് നല്ല മുതലാ, ഈട്ടി പോലെ ഉണ്ട്, നല്ല പൊക്കം, 55 ഇഞ്ച്, ഡബിൾ ചങ്ക്, ഇവനെ നമുക്കങ്ങ് രാജാവാക്കാം. അപ്പോൾ ദൈവം പ്രവാചകനോട് പറഞ്ഞിട്ടുണ്ട്, നീ അവൻ്റെ മുഖമോ അവൻ്റെ പൊക്കമോ അവൻ്റെ വണ്ണമോ നോക്കരുത്. ആ വാചകം ശ്രദ്ധിക്കണം. പ്രവാചകൻ മുഖശോഭയുള്ള, പൊക്കമുള്ള, വണ്ണമുള്ള ഒരാളെ രാജാവാക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവം പ്രവാചകനോട് പറയുന്നു, നീ അവൻ്റെ മുഖമോ അവൻ്റെ പൊക്കമോ അവൻ്റെ വണ്ണമോ നോക്കരുത്. എന്നിട്ട് ഇങ്ങനെ പറയുന്നു, മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ ഹൃദയം. മാൻ ലുക്സ് അറ്റ് ദി ഔട്ട്വേർഡ് അപ്പിയറൻസ്. സങ്കീർത്തനക്കാരൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. നാം ജീവിക്കുന്ന ലോകം മുഖപക്ഷമുള്ളൊരു ലോകമാണ്. മനുഷ്യൻ നമ്മുടെ പണവും നമ്മുടെ നിറവും നമ്മുടെ ജാതിയും നമ്മുടെ മതവും നമ്മുടെ വീടും നമ്മുടെ കാറും ഒക്കെ നോക്കി നമ്മളെ വിലയിരുത്തുമ്പോൾ മുഖപക്ഷമില്ലാത്ത ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഇത് പത്രോസിനുണ്ടായ ഒരു തിരിച്ചറിവ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ വിരാമം കുറിക്കുകയാണ്. നമ്മൾ 3 ചെറിയ കാര്യങ്ങളാണ് ഇന്ന് രാത്രി ഒരുമിച്ച് ധ്യാനിക്കാനായിട്ട് ശ്രമിച്ചത്. വല്ലാത്ത ഒരു കാലമാണിത്. മനുഷ്യന് മതം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഒരു കാലം. മനുഷ്യനെ ഇല്ല, ഉള്ളത് മുഴുവൻ മതമാണ്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ തിന്നാനും മനുഷ്യനെ കൊല്ലാനും മനുഷ്യനെ ആക്രമിക്കാനും മനുഷ്യനെ ഭീഷണിപ്പെടുത്താനും ഒക്കെ ശ്രമിക്കുന്ന ഒരു കാലത്ത് വേദപുസ്തകം പത്രോസിന് നൽകുന്ന 3 ദർശനങ്ങൾ. 1, ഞാനും മനുഷ്യനാണ്. 2, ഒരു മനുഷ്യനെയും മലിനനെന്നോ അശുദ്ധനെന്നോ പറയരുത്. 3, ദൈവത്തിന് മുഖപക്ഷമില്ല. അപകടം പിടിച്ചൊരു കാലത്ത്, മനുഷ്യന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു കാലത്ത് സുബോധത്തോടെ ജീവിപ്പാൻ, വിവേകത്തോടെ ജീവിപ്പാൻ നമുക്ക് ഈ 3 ആലോചനകൾ സഹായകരമായി തീരണം. മതം തിന്നുന്ന ലോകത്ത്, മതം ശ്വസിക്കുന്ന ഒരു ലോകത്ത് മതത്തേക്കാൾ വലിയതാണ് മനുഷ്യൻ എന്ന പാഠമാണ് പത്രോസ് അപ്പോസ്തലന് യേശു കർത്താവ് ദർശനത്തിലൂടെ നൽകുന്നത്. അതുകൊണ്ട് നാം ഈ ദേവാലയത്തിലേക്ക് വന്ന സമയത്ത് നമ്മൾ CSI കന്യാകുമാരി ഡയസസിലെ തൈത്തോട്ടം ഇടവകയിലെ ഒരംഗമായിട്ടാണ് വന്നതെങ്കിൽ
ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് മനുഷ്യരായിട്ടാവണം. ആദ്യം മനുഷ്യനാവാം, പിന്നെ CSI കാരനാവാം. പത്രോസ് വെൺമാടത്തിൽ കയറിയത് യഹൂദനായി, ഇറങ്ങിയത് മനുഷ്യനായി. നാം ഇവിടെ കയറിയത് CSI കാരായി, ഇറങ്ങുന്നത് മനുഷ്യനായിട്ട് വേണം. ഇങ്ങനെ ഒരു കാലത്ത് മനുഷ്യനായി ജീവിക്കുക എന്നതാണ് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മനുഷ്യനായി, മനുഷ്യത്വമുള്ളവരായി, അനുകമ്പയുള്ളവരായി, ആർദ്രതയുള്ളവരായി, നല്ല ശമരിയാക്കാരനെ പോലെ ഒരു തികഞ്ഞ മനുഷ്യനായി, യേശുക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിനുള്ള മനുഷ്യരായി ജീവിപ്പാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കറിയാവുന്ന ചെറിയ മലയാളത്തിലാണ് ഞാൻ സംസാരിച്ചത്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഞാൻ താമസിക്കുന്ന വീട് ആക്രമിക്കാനൊന്നും രാത്രി നിങ്ങൾ ശ്രമിക്കരുത്. അതുകൊണ്ട് എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് കുറവോ പോരായ്മയോ എൻ്റെ ഇതുണ്ടെങ്കിൽ നിങ്ങൾ അച്ഛനോട് പറഞ്ഞാൽ നാളെ ഞാനത് തിരുത്തി അത് കുറച്ചുകൂടെ ഭംഗിയായി പറയാനായിട്ട് ശ്രമിക്കാം. കുറവുകളൊക്കെ നിങ്ങൾ ക്ഷമിക്കും എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ ശ്രദ്ധയ്ക്കും നന്ദി. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.